ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ അവസാനത്തേതും ശുഭകരവുമായ നക്ഷത്രമാണ് രേവതി. മീനം രാശിയിൽ വരുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണ്. ഒരു ജോഡി മത്സ്യങ്ങളാണ് രേവതി നക്ഷത്രത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത്. ഇത് ഭാഗ്യം, സമ്പത്ത്, സമൃദ്ധി, യാത്ര, ആത്മീയത എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തനതായതും ആകർഷകവുമായ പല സ്വഭാവ സവിശേഷതകളും ഉണ്ട്. രേവതി നക്ഷത്രക്കാർ പൊതുവെ സൗന്ദര്യമുള്ളവരും ആകർഷകരുമായിരിക്കും. ഇവർക്ക് നല്ലൊരു മനസ്സും ദയയും സഹാനുഭൂതിയും ഉണ്ടാകും. മറ്റുള്ളവരോട് സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും പെരുമാറാൻ ഇവർക്ക് കഴിയും. മൃദുലവും ശാന്തവുമായ സ്വഭാവം ഇവരുടെ പ്രത്യേകതയാണ്. സത്യസന്ധതയും വിശ്വസ്തതയും ഇവരുടെ മുഖമുദ്രയാണ്. കലാരംഗത്തും സാഹിത്യത്തിലും ഇവർക്ക് മികച്ച അഭിരുചിയുണ്ടാകും. വളരെ ബുദ്ധിശാലികളും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കുന്നവരുമായിരിക്കും. നല്ലൊരു ആശയവിനിമയ ശേഷിയും ഇവർക്കുണ്ടാകും. യാത്രകളെയും പുതിയ സ്ഥലങ്ങളെയും അനുഭവങ്ങളെയും ഇവർ ഏറെ ഇഷ്ടപ്പെടുന്നു. ഇവർ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരുമായിരിക്കും. എന്നാൽ ചില സമയങ്ങളിൽ ഇവർക്ക് ആത്മവിശ്വാസക്കുറവും മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കാനുള്ള പ്രവണതയും കണ്ടേക്കാം. ചെറിയ കാര്യങ്ങളിൽ പോലും അമിതമായി ഉത്കണ്ഠപ്പെടാനും സാധ്യതയുണ്ട്. രേവതി നക്ഷത്രത്തിലെ പുരുഷന്മാർ പൊതുവെ ശാന്ത സ്വഭാവക്കാരും മാന്യരുമായിരിക്കും. ഇവർക്ക് നല്ലൊരു വ്യക്തിത്വവും ആകർഷകമായ രൂപവും ഉണ്ടാവും. ബുദ്ധിമാന്മാരും കാര്യങ്ങളെ യുക്തിസഹമായി സമീപിക്കുന്നവരുമായിരിക്കും. സത്യസന്ധതയും വിശ്വസ്തതയും ഇവരുടെ പ്രധാന ഗുണങ്ങളാണ്. മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയും. കുടുംബത്തോട് ഏറെ സ്നേഹവും ഉത്തരവാദിത്വ ബോധവും ഉള്ളവരായിരിക്കും. ഇവർക്കൊരു നല്ല ശ്രോതാവാകാൻ കഴിയും. അതിനാൽ പലപ്പോഴും ആളുകൾ ഉപദേശം തേടി ഇവരെ സമീപിക്കാറുണ്ട്. ക്ഷമയും വിട്ടുവീഴ്ച മനോഭാവവും ഇവരുടെ പ്രത്യേകതയാണ്. എന്നാൽ ചില സമയങ്ങളിൽ ഇവർക്ക് എളുപ്പത്തിൽ വികാരാധീനരാകാനും മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കാനുമുള്ള പ്രവണതയും ഉണ്ടാകും. ഇത് ചിലപ്പോൾ മുതലെടുപ്പിന് കാരണമായേക്കാം. രേവതി നക്ഷത്രത്തിലെ സ്ത്രീകൾ സുന്ദരികളും ആകർഷകരുമായിരിക്കും. ഇവർക്ക് നല്ലൊരു മനസ്സും ദയയും സഹാനുഭൂതിയും ഉണ്ടാകും. ശാന്ത സ്വഭാവമുള്ളവരും സമാധാനപരമായ കാര്യങ്ങളെ നേരിടുന്നവരുമായിരിക്കും. കലയോടും സംഗീതത്തോടും സാഹിത്യത്തോടും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. നല്ലൊരു സംഭാഷണ ചാതുര്യവും ഇവർക്കുണ്ടാകും. കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരും നല്ലൊരു കുടുംബിനിയും ആയിരിക്കും. ഭർത്താവിനോടും മക്കളോടും ഏറെ സ്നേഹവും വാത്സല്യവും കാണിക്കും. സൗഹൃദങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്നവരും കൂട്ടുകാർക്ക് താങ്ങും തണലുമാകുന്നവരുമാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും. എങ്കിലും ചിലപ്പോൾ ഇവർക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും അമിതമായി ഉത്കണ്ഠപ്പെടാനുള്ള പ്രവണത കാണാം. ഇത് മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കിയേക്കാം. രേവതി നക്ഷത്രക്കാർക്ക് യോജിച്ച തൊഴിൽ മേഖലകൾ ധാരാളമാണ്. ഇവരുടെ ബുദ്ധിശക്തിയും ആശയവിനിമയത്തിലെ ശേഷിയും സർഗാത്മകതയും കണക്കിലെടുത്ത് അധ്യാപനം, എഴുത്ത്, മാധ്യമപ്രവർത്തനം, ബാങ്കിംഗ്, കൗൺസിലിംഗ്, സംഗീതം, കലാരംഗം, ജ്യോതിഷം, ഗവേഷണം, ടൂറിസം, എഞ്ചിനീയറിംഗ്, സാമൂഹിക സേവനം, മതപരമായ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും. നേതൃത്വ ഗുണം കുറവായതുകൊണ്ട് ഉയർന്ന മാനേജർ പദവികളേക്കാൾ ക്രിയാത്മകമായ ജോലികളായിരിക്കും ഇവർക്ക് കൂടുതൽ അനുയോജ്യം. ബന്ധങ്ങളെ ഇവർ വളരെ ആത്മാർത്ഥമായി കാണുന്നു. സ്നേഹമുള്ളവരും വിശ്വസ്തരുമായിരിക്കും. പങ്കാളിയോട് ഏറെ സ്നേഹവും ബഹുമാനവും കാണിക്കും. സൗഹൃദങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും ഇവർ വലിയ പ്രാധാന്യം നൽകുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുവെ ഭാഗ്യമുള്ളവരായിരിക്കും. അപ്രതീക്ഷിത ധനലാഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പണം കൈകാര്യം ചെയ്യുന്നതിൽ ഇവർക്ക് നല്ല ധാരണയുണ്ടാകും. ബുദ്ധിപരമായി നിക്ഷേപങ്ങൾ നടത്താൻ ഇവർക്ക് കഴിയും. എന്നാൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി അമിതമായി പണം ചെലവഴിക്കാനുള്ള പ്രവണതയും കാണിച്ചേക്കാം. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് വഴിയൊരുക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ചില പ്രതികൂല സവിശേഷതകളും ഉണ്ടാകാം. ആത്മവിശ്വാസക്കുറവ് കാരണം അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നത് ചിലപ്പോൾ ഇവർക്ക് തിരിച്ചടിയായേക്കാം. എളുപ്പത്തിൽ വികാരാധീനരാകാനുള്ള പ്രവണത ചില പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ചിലപ്പോൾ ഇവർക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയുണ്ടാകും. ഇത് തെറ്റിദ്ധാരണകളിലേക്ക് നയിച്ചേക്കാം. ചെറിയ കാര്യങ്ങളിൽ പോലും അമിതമായി ഉത്കണ്ഠപ്പെടുന്ന സ്വഭാവവും ഇവർക്കുണ്ടാകാം. രേവതി നക്ഷത്രത്തിന്റെ അധിപനായ ബുധനെ പ്രീതിപ്പെടുത്തുന്നത് നല്ല ഫലങ്ങൾ നൽകും. ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ബുധഗ്രഹ മന്ത്രങ്ങൾ ജപിക്കുക, അല്ലെങ്കിൽ ബുധന്റെ രത്നമായ മരതകം ധരിക്കുന്നത് ഗുണകരമാണ്. ധ്യാനം, യോഗ, പോസിറ്റീവ് ചിന്തകൾ എന്നിവയിലൂടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു സംസാരിക്കാൻ പഠിക്കുക. ഇത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഇവരുടെ സ്വഭാവം സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്നത് മാനസിക സന്തോഷം നൽകും. ബുധന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് അറിവ് നേടുന്നതിനും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും പ്രാധാന്യം നൽകുന്നത് ജീവിതത്തിൽ ഉയർച്ച നൽകും. രേവതി നക്ഷത്രക്കാർക്ക് യാത്രകളോട് താല്പര്യമുള്ളതുകൊണ്ട് പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് മാനസിക ഉല്ലാസം നൽകാനും പുതിയ കാഴ്ചപ്പാടുകൾ നേടാനും സഹായിക്കും. ബുധന്റെ നിറമായ പച്ച വസ്ത്രങ്ങളിലോ ചുറ്റുപാടുകളിലോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. രേവതി നക്ഷത്രക്കാർ ദയയും സ്നേഹവും ബുദ്ധിയുമുള്ള വ്യക്തികളാണ്. ഇവരുടെ ഈ ഗുണങ്ങൾ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകും. കഠിനാധ്വാനത്തിലൂടെയും ആത്മാർത്ഥതയിലൂടെയും
ഇവർക്ക് തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പ്രതികൂല സവിശേഷതകളെ തിരിച്ചറിഞ്ഞ് അവയെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുകയും പ്രതിവിധികളെ പിന്തുടരുകയും ചെയ്താൽ ജീവിതത്തിൽ കൂടുതൽ വിജയങ്ങളും സമാധാനവും നേടാൻ ഇവർക്ക് സാധിക്കും. രേവതി നക്ഷത്രക്കാർക്ക് അവരുടെ ശാന്തമായ സ്വഭാവവും ദയയും കൊണ്ട് ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ മനോഹരമാക്കാൻ കഴിയും. ഇതൊരു പൊതുവായ വിവരണം മാത്രമാണ്. ഓരോ വ്യക്തികളുടെയും ഗ്രഹനിലയും മറ്റ് ഘടകങ്ങളും അനുസരിച്ച് സ്വഭാവ സവിശേഷതകളിലും പ്രതിവിധികളിലും മാറ്റങ്ങൾ വരാം.